വിഴിഞ്ഞത്തെ ജോൺ മാത്യൂസ്, അഞ്ചുതെങ്ങിലെ ഷിജിൻ, നീണ്ടകരയിലെ ഗൗതം കൃഷ്ണ, ആലപ്പുഴയിലെ പുഷ്പഗതൻ, ഇവരെവിടെ സർക്കാരെ? അവിടെ ശരിയായി പ്രവർത്തിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൃത്യമായിട്ട് തെരച്ചിലിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഈ 8 ദിവസവും കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. 2 ആഴ്ചക്കിടെ 11 ജീവനാണ് സർക്കാരിന്റെ അനാസ്ഥ മൂലം പൊലിഞ്ഞത്. രക്ഷാപ്രവർത്തനമില്ല, ആശ്വാസ വാക്കുകളില്ല, മറൈൻ ആംബുലൻസുകളില്ല, കാലാവസ്ഥാ മുന്നറിയിപ്പില്ല, കടലിലേക്ക് അയച്ച ബോട്ടുകളിൽ ഡീസൽ പോലും അടിച്ചിട്ടില്ല. ഓരോ കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്താണ് അവരിപ്പോഴാണ് ഡിമാൻഡ് ചെയ്തതെന്ന്. അപ്പൊ ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമുള്ള അന്വേഷണ സൗകര്യങ്ങളെ നമുക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരമ്മ ഈ ഒരു 3 പേരെ നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മ വന്ന് 7ാമത്തെ ദിവസം ഡിമാൻഡ് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മുടെ ഭരണകൂടം ഉണർന്നെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. രേഷ്മയെ നോക്കൂ, അച്ഛനെയും ഭർത്താവിനെയും കടലെടുത്തു. ഒപ്പം പോയ മകനെ 9 ദിവസമായി കാണാനില്ല. കരഞ്ഞ് കണ്ണീർ വാർത്ത് വീട്ടിലിരുന്നാൽ മകനെ ആരും കൊണ്ടുതരില്ല. മകനെ കാണാതായ അമ്മയുടെ ഉള്ളിലെ ഇരമ്പം എന്തായിരിക്കും? അച്ഛനും ഭർത്താവും ഉൾപ്പെടെ 3 തലമുറയാണ് കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഷിജിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അമ്മയും മഴ നനഞ്ഞത് ഇനിയുള്ള ഹതഭാഗ്യരെ കൂടി ഓർത്താണ്. ഈ കുഞ്ഞുങ്ങൾ മഴ നനയുന്നത് നമുക്ക് കൂടി വേണ്ടിയാണ്. എന്റെ മകനെത്താ ഇവരാരും കണ്ടെത്തിയില്ല. ഈ ഗവൺമെന്റ് ആരും കണ്ടെത്തിയില്ല. എന്റെ മകനെ ഇവർ തിരക്കേറിയില്ല. എന്റെ മകനെത്താ. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളോട് എന്തേ സർക്കാരെ നിങ്ങൾക്ക് ഇത്ര വെറുപ്പ്? കടലിലൊക്കെ പോയാൽ ചിലപ്പോ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. ജോണിന്റെ മകൾ ജിജിയും ഒരു പോരാട്ടത്തിലാണ്. രേഷ്മയെ പോലെ, ഷിജിന്റെ ഭാര്യയെ പോലെ അവരെക്കാൾ മുന്നേ സംവിധാനത്തെ ഉണർത്തി. ജിജിക്ക് പകരം കിട്ടിയത് കോൺഗ്രസ് ലീഗ് ഗുണ്ടകളുടെ സൈബർ ആക്രമണമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം കാണാൻ തീരദേശത്തേക്ക് പോകാനോ? അയ്യേ. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് കടൽ തീരത്തോ അയ്യോ അവിടെയൊക്കെ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. നമുക്കറിയാലോ, തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ. എന്തവസ്ഥ? വോട്ട് വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ ഉണ്ടായിരുന്നോ സാർ? എന്തായിരുന്നു സാർ അവസ്ഥ? ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ആക്ഷേപിച്ചത്. നിങ്ങൾ ഇതിന് മാപ്പ് പറഞ്ഞേ പറ്റും. ദുരിതാശ്വാസ ക്യാമ്പിൽ പോയാൽ മുഖ്യമന്ത്രി ശ്രദ്ധിക്കുന്നത് ആരൊക്കെ 2 എണ്ണം അടിച്ചിട്ടുണ്ടെന്നാണ്. അടിച്ചവരെ കണ്ടാൽ മുഖ്യമന്ത്രിക്ക് ദൂരെ നിന്നേ അറിയാം. തമാശയാണ് മൂഡ്. ബിരിയാണി നിറങ്ങിയതേ ഉള്ളൂ. ഫിഷറീസ് മന്ത്രിക്ക് എന്തെങ്കിലും അറിയുമോ? ആ വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും? ഫിഷറീസ് മിനിസ്റ്ററിന് ഈ ഫിഷിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഫിഷിങ്ങിനെ പറ്റിയോ എന്തെങ്കിലും അറിയാമോ? അതാണ് എന്റെ ചോദ്യം. പ്രക്ഷുബ്ധമായ ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോകാൻ നൈസർഗികമായ കഴിവ് വേണം. അങ്ങനെ ഒരു കഴിവുള്ള ഇവരല്ലേ നമ്മുടെ താങ്ങും തണലും? മത്സ്യത്തൊഴിലാളികളല്ലേ നമ്മുടെ സൈന്യം? ISRO, നിങ്ങൾക്ക് റോക്കറ്റ് വിക്ഷേപിക്കാൻ കുടിയൊഴിഞ്ഞു തന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. ശാസ്ത്രം പകരം ഇവർക്ക് എന്താണ് നൽകിയത്? നൽകിയ മുന്നറിയിപ്പ് കൂടി അവഗണിച്ച സർക്കാരിന്റെ നിസ്സംഗതയും കൂടിയാകുമ്പോ നമ്മളൊക്കെ മനുഷ്യരാണോ?